ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു മിനി നോട്ട് ബുക്ക് ഉണ്ടാക്കിയാലോ. മിനി നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല. ഒരു A4 ഷീറ്റ് എടുക്കുക, അങ്ങോട്ടും മടക്കുക ഇങ്ങോട്ടും എടുക്കുക, അത് തന്നെ. അതായത് നമുക്ക് വേണ്ട ഒരു അളവിലേക്ക് എത്തും വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിക്കൊണ്ടേ ഇരിക്കുക. ഫൈനലി കിട്ടുന്ന ആ ഒരു പേപ്പറിൻ്റെ 4 എഡ്ജസും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ വേറെ പേപ്പേഴ്സ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റാപ്ലറിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ കീറി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കവർ പേജ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈസിലേക്ക് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സൈസ് മെഷർമെൻറ്റ് പറയാനില്ല, നിങ്ങൾ ആ ഒരു വൈറ്റ് പേപ്പർ എങ്ങനെയാണോ എടുക്കുന്നത് അതിനേക്കാളും ഒരു 0.1 or 2 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി കവർ പേജിന് വരുമ്പോൾ. പിന്നെ നമ്മളിത് അതെടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നിങ്ങളത് ജസ്റ്റ് യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു, അതിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ചാൽ മതി, ബാക്ക് പോർഷനിൽ വരുന്നത് മാത്രം ഒട്ടിച്ചാൽ മതി. ഫ്രണ്ട് സൈഡ് ഒട്ടിക്കണ്ട കേട്ടോ, അത് വെറുതെ ഇങ്ങനെ വൃത്തിയായിട്ടായി കിടക്കും. ഇനിയിപ്പോൾ നമുക്ക് അതിന് കുറച്ചൊരു അലങ്കാല പണികളൊക്കെ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടൊരു ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കതിനെ സുന്ദരിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല, നമ്മളിങ്ങനെ സ്കെയിലും പെൻസിലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു CD മാർക്ക് എടുക്കുക, സ്കെച്ചായാലും കുഴപ്പമില്ല. അപ്പോൾ അതെടുത്തിട്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടി തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ലീഫ് പോലെ വരച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ള് ചുറ്റും വരച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മളെ മിനി നോട്ട് ബുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇനി കുറച്ചുകൂടെ ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കവായി സ്റ്റിക്കർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു. ബട്ട് താഴത്തെ പോർഷൻസൊക്കെ ഭയങ്കര പ്ലെയിനായി തോന്നിയപ്പോൾ വീണ്ടും കുറച്ചുകൂടെ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, സ്റ്റാറൊക്കെ. അപ്പോൾ നമ്മുടെ നോട്ട് ബുക്ക് റെഡി ആയതിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ.